2008 CS-ലിരിക്കുമ്പോൾ 1000 പാട്ടുകാരും 1000 ഡാൻസേഴ്സും വെച്ചിട്ടുള്ള ഒരു ക്രിസ്മസ് പ്രോഗ്രാം പ്ലാൻ ചെയ്തു. ആ പ്രോജക്റ്റ് പ്രീസ് കൗൺസിൽ അവതരിപ്പിക്കുകയാണ്. 25 lakhs അതിൻ്റെ ബഡ്ജറ്റ്. ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അച്ഛൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, പിതാവേ, എൻ്റെ ഇടവകയിൽ ഒരുപാട് ദരിദ്രരുണ്ട്. ഈ 25 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഒരു 5 പേർക്കെങ്കിലും വീട് പണിത് കൊടുക്കാം. വെറുതെ ഡാൻസിനും പാട്ടിനൊക്കെ കേട്ട് പൈസ വേസ്റ്റാക്കരുത്. ഇപ്പോൾ ഡാനിയൽ പിതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്, മോനെ, ബൈബിളിൽ ഈശോയുടെ കാലിൽ ഒരു സ്ത്രീ വന്നിട്ട് പരിമളം പൂശുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ഒരുത്തൻ പറഞ്ഞു, എന്തിനാ ഈ പൈസ വേസ്റ്റാക്കുന്നത്, ഇത് പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ. ആ ഒരുത്തിൻ്റെ പേര് അച്ഛനെ അറിയാലോ. പ്രൊജക്റ്റ് പാസ്സായി, പരിപാടി ഭംഗിയായിട്ട് നടന്നു. ഞാൻ എൻ്റെ ലൈഫിൽ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ ക്രിറ്റിസിസമാണ്, അവനെ പരിപാടി ഏൽപ്പിച്ച പൈസ പോകും, എക്സ്പെൻസീവാണ്. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരുപാട് പേരുടെ ട്രെയിനിങ്, അവരുടെ ടാലൻറ്റ്, അവരുടെ എഫേർട്ട്, അവരുടെ ഹാപ്പിനെസ്, ഇതെല്ലാം ഇങ്ങനെ കവർ ചെയ്ത് കളയാണ്. ആകെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് എക്സ്പെൻസീവാണ്, ധൂർത്താണ്. ഇതേ ഗോസ്പൽ തന്നെ മത്തായി പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, ഷീ ഹാസ് ഡൺ സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ മീ. ഏറ്റവും മനോഹരമായത് അവൾ ചെയ്തേ. ഇതെല്ലായിടത്തും പ്രഘോഷിക്കപ്പെടുമെന്ന് പറയാം. ഞാൻ ഏതൊക്കെ ഇടവേള ഇരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഹോളി വീക്കാണ് ഏറ്റവും എക്സ്പെൻസീവായിട്ട്, ഏറ്റവും ആഡംബരമായിട്ട് നടത്തുന്നത്. കുറേ പൈസ ചിലവഴിക്കും. ചില ആൾക്കാർ ചോദിക്കും, എന്തിന് ഇത്ര പൈസ ചിലവഴിക്കുന്നത്. ഇപ്പം ഞാൻ അവരോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ ഹോളി വീക്കിലൊക്കെ കുറേ അധികം ആൾക്കാർ പള്ളിയിൽ വരുന്നവരാണ്. അപ്പോൾ അവർ വരുമ്പോൾ ഞാൻ ചിലവാക്കുന്ന പൈസ ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കും. ഒരാൾക്ക് പെർ ഹെഡ് 50 രൂപയുടെ സന്തോഷം എനിക്ക് കൊടുക്കാൻ പറ്റുമോ? കുറേ അധികം പേര് ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നോട് പറയാറുണ്ട്, അച്ഛാ, ഒരിക്കലും മറക്കാൻ പറ്റില്ല, ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ കേൾക്കുന്നത് ആരുടെ ശബ്ദം എന്ന് അറിയാമോ? ഈശോ പറയാണ്, യു ഹാവ് ഡൺ സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ മീ. ഈ ഹോളി വീക്കിലുണ്ടല്ലോ, നമ്മൾ കർത്താവിന് വേണ്ടി ചിലവഴിക്കുന്നത് അതെത്രയായാലും അതൊന്നും പാഴല്ല, അതൊന്നും പോരാതെ വരും എന്ന് മനസ്സിലാക്കണം.